എല്ലാവരും വിമർശിച്ച ഒരാൾ, കാര്യവട്ടത്ത് കാര്യങ്ങൾ തകിടം മറിയുകയും T20 ലോകകപ്പ് തുലാസിലാവുകയും ചെയ്ത ഒരാൾ. അയാളുടെ ഓരോ അധ്യായങ്ങളും തുടങ്ങുന്നത് ഒരു ചോദ്യചിഹ്നത്തിൽ നിന്നാണ്. T20യുടെ തുടക്കത്തിലും IPLന്റെ തുടക്കത്തിലും നാം അത് കണ്ടതല്ലേ. ഇത്തവണ IPLലെ ആദ്യ 3 മത്സരങ്ങളിലും സിംഗിൾ റൺസ് എടുത്ത് പുറത്തായ സഞ്ജുവിനെ വിശ്വസിക്കാൻ ആരാധകർ മടിച്ചതായിരുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടാൻ അവർ കായതുമില്ല. ഇന്ത്യക്ക് വേണ്ടി ഒറ്റയാൻ പോരാട്ടം കാഴ്ചവെച്ചവനാണ്. അവസാനം T20 ലോകകപ്പിൽ ഇന്ത്യൻ ചുംബനം ചാർത്തിയപ്പോൾ എല്ലാം ചുരുക്കപ്പെട്ടത് സഞ്ജു എന്ന പേരിലേക്കായിരുന്നു. ആ പ്രതീക്ഷയാൽ ചെന്നൈയിലും തെറ്റിച്ചില്ലായിരുന്നു. IPLൽ തൻ്റെ ഐതിഹാസികമായ സെഞ്ചുറി പ്രകടനത്തിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കവേ അയാളെ തേടി മറ്റൊരു വാർത്തയുമെത്തി. ICC മാർച്ചിലെ മികച്ച താരമായി സഞ്ജു സാംസണെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത ഒരു ക്രിക്കറ്റ് താരത്തിന് വേറെയുണ്ടോ? T20 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിക്കാൻ സഞ്ജു കാഴ്ചവെച്ച പ്രകടനം തന്നെയാണ് ഈ അത്യുന്നത നേട്ടത്തിലേക്ക് അയാളെ എത്തിച്ചത്. ലോകോത്തര പേസർ ജസ്പ്രീത് ബുംറയെ പോലുള്ള പ്രഗത്ഭരെ പിന്നിലാക്കിയാണ് സഞ്ജു ഈ ചരിത്രപരമായ പുരസ്കാരം സ്വന്തമാക്കിയത്. ICCയുടെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടുന്ന ആദ്യ കേരള താരമെന്ന റെക്കോർഡും ഇതോടെ സഞ്ജുവിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. തോറ്റയിടത്തു നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മാസ് കാണിച്ച മനോധൈര്യത്തിൻ്റെ വിജയമാണ്. പറയാൻ വാക്കുകൾ ഇല്ലാതാവുന്നുണ്ടെങ്കിൽ വിമർശകർ ഇന്നയാളെ വർണ്ണിക്കാൻ സമയം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അയാൾ അതർഹിച്ചത് തന്നെയാണ്. തോറ്റെടുത്ത് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിച്ച ഒരു മനോധൈര്യത്തിൻ്റെ വിജയമാണ്. പറയാൻ വാക്കുകൾ ഇല്ലാതാവുന്നുണ്ടെങ്കിൽ വിമർശകർ ഇന്നയാളെ വർണ്ണിക്കാൻ സമയം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതയാൾ അർഹിച്ചത് തന്നെയാണ്. T20 ലോകകപ്പിന്റെ തുടക്കത്തിൽ സഞ്ജു സാംസൺ നേരിട്ടത് കടുത്ത വെല്ലുവിളികളായിരുന്നു. തുടർച്ചയായ പരാജയങ്ങളും മോശം ഫോമും കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ തളരാതെ പോരാടിയ സഞ്ജു ടൂർണമെന്റിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തന്റെ വിശ്വരൂപം പുറത്തെടുക്കുകയായിരുന്നു. വിമർശകരുടെ വായടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നു തന്നെയാണ്. നൗക്കൌട്ട് മത്സരങ്ങളിൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ബാറ്റ് വീശിയ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. അസാധ്യമായ പല വിജയങ്ങളും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് ലോകം ദർശിക്കുകയാണ്. പുറത്താകാതെ 97 റൺസ് അടിച്ചുകൂട്ടിയ താരം ടീമിനെ സുരക്ഷിതമായ നിലയിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ വിജയത്തിന്റെ ശില്പിയായി സഞ്ജു മാറുകയായിരുന്നു. പിന്നീട് നടന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പ്രകടനം അയാൾ തുടർ പോരാട്ടമായി കാണുകയാണ്. ആർച്ചറിന് ചെയ്യാൻ കഴിയാതെ പോയ ഒരു മത്സരമായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗ് ചൂടിൽ ഇംഗ്ലീഷ് പടയുടെ കിരീട സ്വപ്നങ്ങൾ അവസാനിച്ച മത്സരം. 89 റൺസ് നേടി അദ്ദേഹം ഇംഗ്ലണ്ട് ബൗളർ നിരയെ തരിപ്പണമാക്കി. ഈ പ്രകടനം ഇന്ത്യക്ക് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ വിശ്വസ്തനാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. കലാശപ്പോരിന് മുറുകുകയാണ്. എതിരാളികൾ ന്യൂസിലാൻഡാണ്. ഇന്ത്യൻ ആരാധകരുടെ കണ്ണുകളെല്ലാം സഞ്ജുവിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. അയാൾ പ്രതീക്ഷ തെറ്റിച്ചില്ലായിരുന്നു. ന്യൂസിലാൻഡിന്റെ കിരീടമോഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അയാൾ ഒറ്റയ്ക്ക് പോരാടി. ന്യൂസിലാൻഡിന്റെ ബൗളർമാർക്ക് ആ ബാറ്റിൽ നിന്നുയർന്ന പടുകൂട്ടൻ ഷോട്ടുകൾ നോക്കി നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ. സഞ്ജു അടിച്ചുകൂട്ടിയത് 89 റൺസായിരുന്നു. ലോകകപ്പിലെ ഈ സമാനതകളില്ലാത്ത പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും സഞ്ജുവിനെ തേടിയെത്തിയിരുന്നു. ഈ മാസ്മരിക ഫോമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരത്തിലേക്ക് അർഹനാക്കിയത്. സഞ്ജുവിന്റെ മികവിൽ ഇന്ത്യ T20 ലോക കിരീടം നിലനിർത്തിയതോടെ ഈ ലോകകപ്പ് മലയാളികൾക്കും ഇത്തിരി സ്പെഷ്യലാണ്. T20 ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 2 തവണ ചാമ്പ്യന്മാരാകുന്ന ആദ്യ രാജ്യമെന്ന അപൂർവ റെക്കോർഡാണ് ഇതോടെ ഇന്ത്യൻ കിരീടത്തിലേക്ക് തുന്നിച്ചേർക്കപ്പെട്ടത്. കൂടാതെ സ്വന്തം രാജ്യത്ത് വെച്ച് T20 ലോകകപ്പ് ഉയർത്തുന്ന ആദ്യ ടീമെന്ന ചരിത്രത്തിലേക്കും ഇന്ത്യയെ നയിക്കാൻ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിന് സാധിച്ചിരിക്കുകയാണ്.
ഈ നേട്ടങ്ങളെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടാൻ കാരണമായി.